ഗ്രാമ്പിയിൽ മയക്കുവെടി വെച്ച കടുവ ചത്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കടുവയെ കുറച്ചു സമയം മുമ്പാണ്, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഭീതി വിതച്ച കടുവയാണ് ഇപ്പോൾ ചത്തിരിക്കുന്നത്. മയക്കുവെടി വെച്ചതിന് പിന്നാലെയാണ് കടുവ ചത്തിരിക്കുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കടുവയെ കൊണ്ടുപോവുകയായിരുന്നു മയക്കുവെടി വെച്ച ശേഷം. പക്ഷേ കടുവ ചത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. കടുവയെ വെടിവെക്കാനായി എത്തുമ്പോൾ ദൗത്യ സംഘത്തിന് നേരെ കടുവ ചാടിയെടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ പിൻകാലിന് പരിക്കേറ്റിരുന്നു. അവശനിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കടുവ ചത്തു എന്നുള്ളതാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന വാർത്ത. ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എത്തുന്നത്. കടുവ ചത്തു എന്നുള്ളത് എന്താണ് മരണകാരണം? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രാഥമികമായ നിഗമനം എന്താണ്? നമ്മളിപ്പോൾ ഉള്ളത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ്. കടുവ ചത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാര്യം ഈ കടുവയ്ക്ക് മയക്കുവെടി വെക്കുന്നതിനായി വെറ്റിനറി ഡോക്ടർ അടക്കം കൂടി എത്തിയപ്പോൾ അത് കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് DFO നൽകുന്ന വിശദീകരണം. അതിനെ തുടർന്ന് ഈ കടുവ ആക്രമിക്കുകയായിരുന്നു. ഇവർ ഡോക്ടറെയും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയും ആക്രമിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഉണ്ടായിരുന്ന ഷീൽഡ്, ഫൈബർ ഷീൽഡ് അടിച്ചു വലിച്ചു പൊട്ടിച്ചു. അത് ഹെൽമെറ്റ് അടിച്ചു, ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ജീവരക്ഷാർത്ഥം ഇവർ ഫയർ ചെയ്യുകയായിരുന്നു, വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ DFO നൽകുന്നത്. കൊണ്ടുവന്നിട്ടുള്ള പെരിയാർ കടുവ സങ്കേതത്തിലാണ് ഉള്ളത്. റേഞ്ചുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും 3 തവണ ദൗത്യസംഘം കടുവയെ വെടിവെച്ചു, സ്വയരക്ഷയ്ക്കായി വെടിവെച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആ മയക്കുവെടി എന്ന് കണ്ട കാര്യം അത് മയക്കുവെടി ആയിരുന്നില്ല, സ്വയരക്ഷയ്ക്കായി വനംവകുപ്പ് വെച്ചതാണ്. ആ വെടി തന്നെ വെക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് കടുവ ചത്തിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കടുവ അവർക്ക് നേർക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ടതാണ്. പക്ഷേ മയക്കുവെടി അല്ല അന്നേരം വച്ചത്, ആ കടുവയെ വെടിവെക്കുകയായിരുന്നു ദൗത്യസംഘം. അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. ഏതായാലും കടുവ ചത്തിരിക്കുന്നു. അവിടെ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമൊക്കെ ആൽവിൻ തേടാൻ ശ്രമിക്കുമ്പോൾ അവർ വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് ധൃതിയിൽ ഒരല്പം പരിഭ്രമവും അവരുടെ മുഖത്ത് കണ്ടിരുന്നു. അതിൻ്റെ കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. എന്തെങ്കിലും തരം ഒരു പ്രതികരണത്തിന് അന്നേരം അവർ മുതിർന്നില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ആൽവിൻ, അവിടെ നിന്നും ആ ദൗത്യം കഴിയുമ്പോൾ ആൽവിൻ പലരുടെയും പ്രതികരണം തേടാൻ ഓടിച്ചെന്നപ്പോഴും വളരെ പരിഭ്രമിച്ചിട്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യം അറിയാം. ഒരുപക്ഷെ എന്തെങ്കിലും വിമർശനമോ വിവാദമോ ഒക്കെ വരുമോ എന്ന് പറയുന്ന ഒരു ആശങ്കയായിരിക്കാം അവർ ആ പ്രതികരണത്തിന് മുതിരാത്തത് എന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾ പ്രതികരണം ചോദിച്ച ആളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെയാണ് ഈ കടുവ ആക്രമിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഷീൽഡ് അടിച്ചു പൊട്ടിക്കുകയും അതോടൊപ്പം അടിച്ച് ഹെൽമെറ്റ് പൊട്ടുകയും ചെയ്തിരുന്നു. 3ാമത്തെ തവണ കടുവ ആക്രമിക്കാൻ വന്നപ്പോഴാണ് രക്ഷപ്പെടുകയും ഇവർ ജീവരക്ഷാർത്ഥം വെടിവെക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ DFO നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് കടുവ ഇപ്പോൾ ചത്തത് എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കടുവയുടെ ചത്ത ഉള്ള വിഷ്വൽ നമുക്ക് അല്പസമയത്തിന് തന്നെ റേഞ്ചിലും ഒക്കെ വലിയ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇത് റിസർവ് ഫോറസ്റ്റ് ആണ്. അത് കടുവയെ ഇതിനുള്ളിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ കടുവ ഇപ്പോൾ വാഹനത്തിൽ തന്നെയാണ് ഉള്ളത്. ജീവരക്ഷാർത്ഥം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 3 തവണ കടുവ ആക്രമിച്ചു. അപ്പോഴാണ് 3ാം തവണ ആക്രമിക്കാൻ എത്തിയപ്പോഴാണ് വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കോട്ടയം DFO രാജേഷ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആദ്യം മയക്കുവെടി ഇതിന് കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യം മയക്കുവെടി ഡാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് കൊണ്ടില്ല. മയക്കുവെടി കൊണ്ടാതെ വന്നപ്പോൾ കടുവ എഴുന്നേറ്റ് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആക്രമിച്ച സമയത്താണ് 3 തവണ കൈക്ക് ആക്രമിച്ച് ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് വലിച്ചു കീറി പൊട്ടിച്ചു. രണ്ടാമത് ഹെൽമെറ്റിന് തലയിൽ അടിയേറ്റു. ആ ഉദ്യോഗസ്ഥനാണ് അല്പം മുമ്പ് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ
അദ്ദേഹം അകത്ത് കയറി പോകുന്നത്. അദ്ദേഹം വല്ലാതെ പരിഭ്രമത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ഈ ആക്രമണം, കടുവയുടെ ആക്രമണം ഉണ്ടായത്. കൂടുതൽ ആ സമയത്ത് വെടിയുതിർത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അപകടം ഒഴിവാക്കാൻ, ജീവൻ രക്ഷിക്കാൻ കൂടിയായിരുന്നു, ജീവരക്ഷാർത്ഥം കൂടിയാണ് ആ നടപടി ാണ് നമുക്ക് ഈ ഘട്ടത്തിൽ DFO നൽകുന്ന വിവരം. ഇതിൽ കൂടുതൽ വ്യക്തത ഇനിയും അവർ വരുത്തേണ്ടതുണ്ട്. ഏതായാലും കടുവ ചത്തു എന്നുള്ള പ്രാഥമികമായ ഒരു സംഭവം, ഇങ്ങനെയാണ് അതിന് സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആദ്യം ഇവർ മയക്കുപിടി വെച്ചു, മയക്കുപിടി കൊള്ളുന്നില്ല, കടുവ പെട്ടെന്ന് അവിടെ നിന്ന് ആക്രമിക്കുന്നു. 3 തവണ കടുവ കൈകൊണ്ട് ആക്രമിച്ചു. പ്പോൾ ആദ്യം ആക്രമിച്ചത് ഷീൽഡിനും അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിനും ഒക്കെയാണ് ആക്രമണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടറെയും കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ DFO പറഞ്ഞത്. അങ്ങനെ പ്രാണരക്ഷാർത്ഥം അവർ പിന്നിലേക്ക്, നമ്മുടെ വിഷയിൽ തന്നെ വ്യക്തമാണ്, അത് പോകുമ്പോൾ കടുവ ചാടി വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോഴാണ് ഈ വെടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കടുവ ചത്തു. ഇനി തുടർന്നുള്ള നടപടികൾ ഗ്രാമ്പിയിൽ ഭീതി വിതച്ച കടുവ ചത്തിരിക്കുന്നു. സ്വയരക്ഷാർത്ഥം ദൗത്യസംഘം 3 തവണ കടുവയെ വെടിവെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ മയക്കുവെടി എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ആ ദൃശ്യങ്ങളാണ്. ശരിക്കും കടുവയെ വെടിവെക്കുകയായിരുന്നു. മയക്കുവെടി കടുവയ്ക്ക് ഏറ്റിരുന്നില്ല. കടുവ അക്രമാസക്തനായി ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ കടുവയെ വെടിവെക്കേണ്ടി വന്നു, നേരെ തന്നെ വെടിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് കടുവ ഇപ്പോൾ ചത്തിരിക്കുന്നത്. ഏതായാലും അവിടെ നിന്നും വലയിലാക്കി പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കടുവയെ എത്തിക്കുകയായിരുന്നു. ആ വെടിവെച്ചവർക്കറിയാം ഇത് ചത്തു എന്നുള്ള കാര്യം. ഏതായാലും മാധ്യമങ്ങൾ പ്രതികരണങ്ങൾക്കായൊക്കെ പോകുമ്പോൾ അവർ പരിഭ്രമത്തോടെ ഒന്നും മിണ്ടാതെ പോയത് അതുകൊണ്ടുകൂടിയാണ്. ഏതായാലും സ്വയരക്ഷാർത്ഥമാണ് അവരത് ചെയ്തിരിക്കുന്നത്. കടുവ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മയക്കുവെടി വയ്ക്കുവാൻ കുറച്ചുകൂടി സാധ്യതകളില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാമെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഇങ്ങനെ തൊട്ടു മുന്നിൽ കടുവ നിൽക്കുമ്പോൾ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കടുവ ചത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത.